നല്ല കിടു വെള്ളച്ചാട്ടം കേട്ടോ, പൊളി. നമ്മുടെ പയ്യന്നൂരുള്ള വെള്ളച്ചാട്ടോ, ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഹായ്, ഐ ആം അഷ്റഫ് കണ്ണൂർ. വെൽക്കം ടു മൈ വ്ളോഗ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പയ്യന്നൂരാണ്. പയ്യന്നൂരിൻ്റെ അടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട്, ഹരിതീർത്ഥക്കര വെള്ളച്ചാട്ടം. അപ്പോൾ പയ്യന്നൂരിൽ നിന്ന് 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചൂരൽ എന്ന് പറഞ്ഞ സ്ഥലത്തും, അപ്പോൾ ചൂരലിൽ നിന്ന് വെറും 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്താം. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്, അപ്പോൾ നമുക്ക് ഇവിടുന്ന് വിടാം. റൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് സ്ഥലം അറിയില്ല. ഗൈസ്, അപ്പോൾ നമ്മൾ ചൂരൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പോൾ ഇനി ഇവിടുന്ന് 2 കിലോമീറ്ററാണ് ഹരിതീർത്ഥക്കര വെള്ളച്ചാട്ടത്തിനടുത്തേക്കുള്ളത്. വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് നമുക്ക് മെയിൻ റോഡ് വന്ന് കിട്ടുന്ന ഒരു ബോർഡായത്. ഇവിടുന്ന് ലെഫ്റ്റിലേക്കൊരു റോഡ് തെറ്റാനുണ്ട്. നമ്മൾ മെയിൻ റോഡ് കഴിഞ്ഞ് ഒരു പോക്കറ്റ് റോഡ് കയറി. റൈറ്റ് ഇതന്നെ അവർ പറഞ്ഞത്. ഇതുണ്ട, റോഡിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിയിട്ട് പോവുക. അയ്യോ, പോട്ട് മോനെ, വണ്ടി പോട്ടെ. നല്ല അടിപൊളി റോഡാട്ടോ, കംപ്ലീറ്റ് പാറയാണ്. പാറയിലൂട്ടിയാണ് യാത്ര. കട്ട ഓഫ് റോഡ്. ഒരു താറിട്ട റോഡ് വരുന്നുണ്ട്, അതും ഏകദേശം ഓഫ് റോഡ് പോലെ തന്നെ ഉള്ളത്. പക്ഷെ താറ് കാണുന്നുണ്ട്, താർ ചെയ്ത റോഡാണ്. പക്ഷെ എന്നാലും കുണ്ടും കുഴിയൊക്കെയാണ്. ഇതാ തുടങ്ങി. അങ്ങനെ നമ്മൾ ഹരിതീർത്ഥക്കര വെള്ളച്ചാട്ടത്തിനടുത്തെത്തി. അപ്പോൾ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. വെച്ചോ, കുറച്ച് മുന്നോട്ട് വെച്ചോ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ പാർക്ക് ചെയ്യാം. 1-2 വണ്ടിയൊക്കെ കാണുന്നുണ്ട്. ഇവിടെ വെച്ചേ. അത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടക്കാൻ തുടങ്ങി. കുറച്ച് നടക്കാനുണ്ട്. ശരിക്കും വണ്ടി പോകും കേട്ടോ ഇതിലൂട്ടെ. നമ്മൾ പിന്നെ വണ്ടി അപ്പുറം പാർക്ക് ചെയ്ത്, വണ്ടി എടുക്കാൻ നിന്നിട്ടില്ല. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടാണ് നമ്മളിങ്ങോട്ട് വരുന്നത്. ഇതിലോട്ടൊരു ജീപ്പൊക്കെ വരുന്നുണ്ട്, വണ്ടി പോകും. വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പിൽ ഉള്ള വ്യൂ ആയത് കേട്ടോ. കാണുന്നുണ്ടോ? ചെറുതായിട്ട് കാണുന്നില്ലേ വെള്ളച്ചാട്ടം? അടിപൊളിയാട്ടോ. റൂട്ട് മാറിനാ? ഇല്ലില്ല. ഇത് കിടിലം വെള്ളച്ചാട്ടം കേട്ടോ, പൊളി വെള്ളച്ചാട്ടം. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. വാ വാ, കുറച്ച് അപ്പൊക്കെ ഉണ്ട്. പൊളി തന്നെ, നോക്കിയേ. ഓ, ഒന്നും പറയാനില്ല. അടിപൊളി.
നല്ല കിടു വെള്ളച്ചാട്ടം കേട്ടോ, പൊളി. നമ്മുടെ പയ്യന്നൂരുള്ള വെള്ളച്ചാട്ടം ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? പിന്നെ ഇത് മഴക്കാലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. ആകെ വർഷത്തിൽ ഒരു 3-4 മാസം ഉള്ളൊരു വെള്ളച്ചാട്ടം ഇത്. എങ്ങനെയുണ്ടോ? പൊളിയാ? നേരത്തെ വന്നാ? എപ്പം വന്ന്? 5 മണി. ഇപ്പം വെള്ളം കൂടുതലാ? എന്താ അവസ്ഥ? വെള്ളം കൂടി മഴ ആയതുകൊണ്ടായിരിക്കും അല്ലേ? വരുമ്പോ കുറച്ചുണ്ടായില്ലോ. ഓക്കെ, അപ്പോൾ അടിച്ചു പൊളിച്ച് പൊളി തന്നെ ഗൈസ്. നമ്മള് ഇതിന്റെ വന്ന വഴി തന്നെ റിട്ടേൺ പോവുകയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇതിന് നേരെ അപ്പുറ സൈഡാണ് ഇറങ്ങാനുള്ള സ്ഥലം. ഇപ്പുറം കുറച്ച് ആഴം കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇപ്പുറത്തേക്കൂടെ ഇറങ്ങാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ വണ്ടി വെച്ച സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് അപ്പുറ സൈഡ് നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഇറങ്ങണം. അവിടെ ആഴം കുറവാണ്. അപ്പോൾ അതിലൂടെയാണ് ആൾക്കാർ ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് അതിലൂടെ ഇറങ്ങാം. അപ്പോൾ നമ്മൾ വീണ്ടും റിട്ടേൺ നടന്ന്. അപ്പോൾ ആദ്യമേ നമുക്കിങ്ങനെ വന്നാൽ മതിയായിരുന്നു. ഇത് നമ്മളിപ്പം വണ്ടീൻ്റെ അടുത്ത് എത്തി. പ്രശ്നമൊന്നുമില്ല ഇതിലൂട്ട് ഇറങ്ങുമ്പോൾ, പക്ഷേ കുറച്ച് ആഴം കൂടുതലാണ്. സ്ലിപ്പ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടെയും. നമ്മൾ പോകുന്നിടത്തെല്ലാം സ്ലിപ്പ് ആവുന്ന പരിപാടിയാണ്. എന്താണെന്നറിയില്ല, എല്ലായിടത്തും സ്ലിപ്പ് ആവുന്നു. അങ്ങനെ നമ്മളിതാ നമ്മുടെ വണ്ടീൻ്റെ അടുത്ത് എത്തി. ഇതാ വണ്ടി കണ്ടോ? നമ്മളെ വണ്ടീൻ്റെ അടുത്ത് എത്തി. ഇതാ ഈ വെള്ളമൊക്കെയാണ് നേരെ അങ്ങോട്ടേക്ക് പോകുന്നത്. ഇത് കണ്ടോ? ഇതിലോട്ടിങ്ങനെ പോയിട്ടാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തുന്നത്. ഇന്ന് കുറച്ച് ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ മഴ പെയ്യുമ്പോഴത്തേക്ക് കയറിയിട്ട് അങ്ങോട്ട് പോയി. നമുക്ക് ഈ വഴിയിലോട്ട് ഇറങ്ങിയിട്ട് പോവാം. അയ്യോ, കംപ്ലീറ്റ് ഇരുട്ടാണ് കേട്ടോ. നിങ്ങൾക്കറിയാലോ, ഈ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് എല്ലാം മലമുകളിലാണ്, കാടാണ്. അതുകൊണ്ട് കാടും പ്രദേശമാണ് കംപ്ലീറ്റ്. പക്ഷെ ഇവിടെ ഒന്നും അട്ടയില്ല കേട്ടോ. അട്ടൻ്റെ ഏരിയ അല്ല. അപ്പോൾ ഷൂ എല്ലാം ഊരി വെക്കാം. ആ പാൻറ്റെല്ലാം മാറ്റി കേട്ടോ. പാൻറ്റെല്ലാം മാറ്റി കിടക്കട്ടെ. നല്ല ബെൽച്ചലുണ്ട് കേട്ടോ.
പറ്റുന്നില്ലോ. എങ്ങനാ വെള്ളത്തിൽ വല്ല കട്ടി കൂടി ഭയങ്കര കട്ടി ഇരിക്കാൻ പറ്റുന്നില്ല. ഒന്നും ആണെന്നില്ല ഒഴുക്കണ്ട. അയ്യോ ഇവിടെ ഫോട്ടോ ഷൂട്ട് നടക്കാണ് കേട്ടോ. എന്താക്കരുത്. അതിനുള്ളിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഉള്ളിലേക്ക് പോകണമെന്നുണ്ട്, നടക്കുന്നില്ല. ശരീരം മൊത്തം പൈസ കൊടുത്തിട്ട് ചെയ്യുന്നത് ഇവിടുന്ന് ഫ്രീ ആയിട്ട് ചെയ്യാം. ഗൈസ്, അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരികെ വണ്ടീൻ്റെ അടുത്തെത്തി. അപ്പോൾ സത്യം പറഞ്ഞാൽ നല്ലൊരു അനുഭവമായിരുന്നു, നല്ല രസമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു.
അപ്പം കുന്നിൻ്റെ മുകളിൽ നന്നായിട്ട് മഴ പെയ്യുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ കയറിയിട്ട് പോയി, വെള്ളത്തിൻ്റെ ശക്തി കൂടി. അങ്ങനെ കുറച്ച് ആളുകളായി. പിന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം എന്തായി? ഇപ്പോൾ സമയം 7 മണി. 7 മണിയായിട്ടും അവിടെ ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ വന്ന സമയത്തൊന്നും അത്ര ശക്തി ഉണ്ടായിരുന്നില്ല കേട്ടോ വെള്ളത്തിന്. അപ്പം മഴ പെയ്തപ്പം ശക്തി കൂടി, മുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിന് നന്നായിട്ട് ശക്തി കൂടി. അപ്പോൾ ആൾക്കാരൊക്കെ കുറേ കയറിയിട്ട് പോയി. അപ്പോൾ ഫാമിലീസൊക്കെ ആയിട്ട് വന്നിട്ട് കുളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്, എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ പാറയാണ് കേട്ടോ. എൻ്റെ തന്നെ കാലൊന്ന് ചെറുതായിട്ട് അടിച്ച്, കാലിൻ്റെ മുട്ട് ചെറിയൊരു വേദന ഉണ്ട്. അത് പ്രോബ്ലമില്ല, പക്ഷേ അടിപൊളി, നന്നായിട്ട് എൻജോയ് ചെയ്ത്. നമ്മളുടെ കൂടെ കുളിച്ചവരിതാ നടന്ന് കയറി പോകുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, പൊളിയല്ലേ? സൂപ്പർ. സത്യം പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ, അടിപൊളി സ്ഥലമാണ്, ഒന്നും പറയാനില്ല. ഇവിടെ എത്തിപ്പെടാൻ കുറച്ച് എന്താ പറയുക, കുറച്ച് വളയലും പുളയലൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇവിടെ എത്താൻ. പയ്യന്നൂരിൽ നിന്ന് വരണം. അപ്പോൾ റൂട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പയ്യന്നൂരിൽ നിന്നൊരു 12 കിലോമീറ്റർ ഇവിടത്തേക്ക്. അപ്പോൾ വരിക, കാണുക, കുളിക്കുന്നില്ലെങ്കിലും കാണണം കേട്ടോ. കാണാൻ പറ്റിയൊരു സ്ഥലമാണ്, കാണുക, എൻജോയ് ചെയ്യുക. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ പിന്നെ ഈ വീഡിയോയുടെ വേണ്ടപ്പയാണ്. അപ്പോൾ ടൈം കുറേയായി. അപ്പം പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ അതുവരെ ബൈ ബൈ.